സിനിമയുടെ ഷൂട്ടിന്റെ സമയത്താണെങ്കിലും എനിക്ക് ചെയ്യാവുന്ന ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്ന ഒരു നടൻ മാത്രമാണ്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഇവരുടെ ഒരു ടൂളാണ്. ആ ടൂളായിട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ പ്രവർത്തിക്കുക, ഒപ്പം എൻ്റെ മനോധർമ്മം കൂടെ സ്വാഭാവികമായിട്ടും അഭിനയത്തിന്റെ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഞാൻ എന്നെ തന്നെ സറണ്ടർ ചെയ്ത ഒരു 4-5 മാസം അല്ലെ, ഒരു 5 മാസത്തോളം നമ്മൾ അവിടെ തന്നെ തൊടുപുഴ തന്നെ ആയിരുന്നു. എല്ലാവരും ഒരുമിച്ചുണ്ടാവും. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മൾ ചിലപ്പോൾ നമ്മളുടേതായിട്ടുള്ള സംസാരങ്ങളിലേക്ക് ഇടയ്ക്ക് തന്നെ നമ്മൾ നാളത്തെ സീൻ അപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല അങ്ങനെ ആയിരിക്കില്ല അങ്ങനത്തെ ഒരു നമ്മുടെ കോൺവെർസേഷന്റെ ഭാഗമായിട്ട് അങ്ങനെയും നടക്കും. ഇതെല്ലാം ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആവും. ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നമുക്ക് നമ്മുടെ സ്പോണ്ടേനിറ്റി ഉപയോഗിക്കാം, ഇംപ്രവൈസേഷൻസ് ചെയ്യാം. അങ്ങനെയുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നന്നായിട്ടുണ്ടെങ്കിലും മോശമായിട്ടുണ്ടെങ്കിലും അതിന്റെ എല്ലാ ക്രെഡിറ്റും ഇവർക്ക് രണ്ടാൾക്കുമാണ്. അതുപോലെ സിനിമയും നന്നായിട്ടുണ്ടെങ്കിലും മോശമായിട്ടുണ്ടെങ്കിലും അത് ഇവർക്ക് രണ്ടുപേർക്കുമാണ് അതിന്റെ ക്രെഡിറ്റ്. നമ്മളൊക്കെ അതിനകത്ത് ടൂൾസ് മാത്രമാണ്. നന്നായിട്ടുണ്ട്, പേടിക്കണ്ട. ഈ പള്ളിച്ചട്ടമ്പി എന്ന് പേര് പറഞ്ഞ നാടൻ മാസ് സിനിമകളുടെ പേര് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ടോവിനോ എന്ന താരത്തെ എത്രത്തോളം ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് എത്ര ഫൈറ്റ്, പഞ്ച് ഡയലോഗ്, ആ രീതിയിലാണ് ടോവിനോയെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്? അല്ല, ഈ പള്ളിച്ചട്ടമ്പി എന്ന പേര് ഇപ്പൊ ഈ പറഞ്ഞ നാടൻ മാസ് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇതൊരു കാലഘട്ടത്തിന്റെ സിനിമയാണ്, ഒരു നാടിന്റെ സിനിമയാണ്. 1950 തൊട്ട് 60കളിൽ വരുന്ന ആ ഒരു പശ്ചാത്തലം മുന്നിൽ നിർത്തിയിട്ടാണ് നമ്മൾ ഈ സിനിമ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ബാക്ക് ഡ്രോപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇനി ആ നാടും ആ നാട്ടിലെ നായകന്റെ കഥയാണ് പള്ളിച്ചട്ടമ്പി. ആ പേര് എങ്ങനെ വന്നു ചേർന്നു, ഇതെല്ലാം ആക്ച്വലി സിനിമയുടെ ഭാഗമാണ്. ചട്ടമ്പി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും, പക്ഷെ പള്ളിച്ചട്ടമ്പി അതെന്തിന്, എങ്ങനെ, അതാണ് ആക്ച്വലി ഈ സിനിമയുടെ ഓവറോൾ ഒരു ഡ്രൈവ്. ഇതിൽ ഈ പറഞ്ഞ പോലെ ചട്ടമ്പി എന്ന് പറയുന്ന പോലെ ഇപ്പൊ നേരത്തെ ടോബി പറഞ്ഞ പോലെ ഓരോ വാക്കും പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നതിന്റെ ഒരു അർത്ഥമല്ല ഇപ്പൊ ആക്ച്വലി ചട്ടമ്പി എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഒരു തല്ലുണ്ടാക്കുന്നവൻ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വീട്ടിൽ പറയും എടാ ചട്ടമ്പിത്തരം കാണിക്കല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ കോൺവെർസേഷൻ വരുന്നല്ലോ. പക്ഷെ അങ്ങനെയല്ല, പണ്ട് ചട്ടമ്പി എന്ന് പറഞ്ഞാൽ അതിന് ടോട്ടലി വേറൊരു ഡൈമെൻഷൻ ആയിരുന്നു ആ വാക്കിന്റെ അർത്ഥത്തിന് പോലും. അതായത് ചട്ടങ്ങൾ അറിയാവുന്നവൻ, അല്ലെങ്കിൽ ആ ഒരു മാസ്റ്റർ എന്നൊക്കെ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു രീതിയിലാണ് ആ ക്യാരക്ടർ ഡിപ്പിക്ട് ചെയ്തത്. അപ്പൊ ഒരു നാടിന്റെ നായകനായിട്ട് പോർട്രേ ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ട മാസ് എലിമെന്റുകൾ എന്ന് പറഞ്ഞാൽ ഡയലോഗുകളാണെങ്കിലും ഫൈറ്റുകളാണെങ്കിലും എല്ലാം, ഈ പറഞ്ഞ ഫാമിലി ഇമോഷൻ ആണെങ്കിലും പാട്ടുകളാണെങ്കിലും എല്ലാം അളവിന് നമ്മൾ വെച്ചിട്ടുണ്ട്, ഒന്നും അധികമായിട്ട് വെച്ചിട്ടില്ല. കാര്യം ഈ സിനിമ തന്നെ ഏകദേശം 2.25 മണിക്കൂർ ആണ് നമ്മുടെ സിനിമയുടെ ലെങ്ത്തും. അപ്പൊ നിങ്ങൾക്ക് അറിയാം എല്ലാം കറക്റ്റ് അളവിനാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫൈറ്റ് ഉണ്ട്, പാട്ടുണ്ട്, റൊമാൻസ് ഉണ്ട്, ഫാമിലി ഇമോഷൻസ് ഉണ്ട്, എല്ലാം തന്നെയുണ്ട്. അപ്പോൾ ബാക്കി അത് നിങ്ങൾ ഇനിയിപ്പോൾ മണിക്കൂർ മാത്രമല്ലേ ഉള്ളൂ, നേരെ വന്ന് കണ്ടിട്ട് പറ.